ശുദ്ധജലത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ അധികൃതരുടെ അനാസ്ഥ കാരണം മാസങ്ങളായി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. ചെമ്മാട് മിനി സിവിൽ സ്റ്റേഷനു പിറകിലാണ് മാസങ്ങളായി വെള്ളം ലീക്കായി പുറത്തേക്കൊഴുകുന്നത്. മമ്പുറം ബൈപ്പാസ് പാതയിൽ CK നഗർ റോഡിലേക്കുള്ള ജംഗ്ഷനിലെ നീതി ലാബിന് മുൻപിലാണ് പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായി വെള്ളം ചോർന്നുകൊണ്ടിരിക്കുന്നത്. CK നഗർ, വെള്ളിലക്കാട്, KCTC ലിങ്ക് റോഡ്, AVM കോളനി എന്നിവിടങ്ങളിൽ ജല അതോറിറ്റിയുടെ വെള്ളം ലഭിക്കുന്നത് 1-2 ആഴ്ച കഴിയുമ്പോൾ ആണ്. അതുതന്നെ പൂർണ്ണമായി ലഭിക്കാറുമില്ല. അതിനിടെയാണ് ഇത്തരത്തിൽ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ജലസംഭരണി ഇല്ലാത്തതിനാൽ വെള്ളം നേരിട്ട് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പകുതിയിലേറെ വെള്ളം പാഴായി പോകുമ്പോൾ പകുതിയോളം വെള്ളം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് നാട്ടുകാരും പരാതി പറയുന്നു. മൈ ചെമ്മാട് വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ അബ്ദുൾ റഹീം പൂക്കത്ത് കേരളം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലൂടെയും മറ്റും വർക്ക് നീണ്ടുപോവുകയായിരുന്നു. ശനിയാഴ്ച നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ തഹസിൽദാർക്ക് പരാതി നൽകുകയും തഹസിൽദാർ അടിയന്തര സംയുക്ത പരിശോധന ആവശ്യപ്പെടുകയും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും പൊതുമരാമത്ത് അധികൃതർ റോഡ് കീറുവാനുള്ള അനുമതി നൽകിയതായി വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ അറിയിച്ചു. എൻലൈറ്റ് ന്യൂസ്, തിരൂരങ്ങാടി.